إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എപ്പോഴും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. എന്തൊരു ആനന്ദമായിരുന്നു കുറച്ച് ദിവസങ്ങളായി നമ്മൾ അനുഭവിച്ചിരുന്നത്. അത്താഴത്തിന് എഴുന്നേൽക്കുകയാണ്, ഫജ്റിനെ പള്ളിയിൽ പോകുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ജമാഅത്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധിക്കുന്നു, മസ്ജിദുകളിൽ കഴിച്ചു കൂട്ടുന്നു. നോമ്പ് തുറക്കുമുണ്ടാകുന്ന സന്തോഷത്തിന് പറയാൻ വേണ്ടി പറ്റുകയില്ല. അത്രമാത്രം ഒരു സന്തോഷമാണ് നമ്മൾ അനുഭവിച്ചത്, നോമ്പ് തുറക്കുമുണ്ടാകുന്ന സന്തോഷം. തറാവീഹ് നിസ്കാരം, ചെറിയ ചെറിയ മതവിജ്ഞാന ക്ലാസുകൾ, ദുആകൾ വർദ്ധിപ്പിച്ചു, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചു, ദിക്റുകൾ വർദ്ധിപ്പിച്ചു. എത്രമാത്രം സന്തോഷത്തിലും ആനന്ദത്തിലുമായിരുന്നു വിശ്വാസികൾ കഴിഞ്ഞു കൂടിയിരുന്നത്. എത്രമാത്രമാണ്, എത്ര വേഗത്തിലാണ് ആ സന്തോഷം നമ്മളിൽ നീങ്ങിപ്പോയത്. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി ആ സന്തോഷത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ എന്തുണ്ട് നമ്മുടെ മുന്നിലൊരു വഴി? നമുക്കറിയാം, ഇന്ന് കുടുംബം എന്ന് പറയുന്നത് സമാധാനം നഷ്ടപ്പെടുന്ന വീടകങ്ങളാണ്. ദാമ്പത്യ രംഗത്ത് അസ്വാരസ്യങ്ങളാണ്, അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ കുടുംബ ജീവിതങ്ങളാണ്, പരിസരബോധം മറന്ന പ്രണയബന്ധങ്ങളാണ്, ലഹരി വളക്കുന്ന മണിയുറകളാണ്, മാറിയ തലമുറയും തകരുന്ന ധാർമ്മികതയുമുള്ള സമൂഹമാണ്. സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കുന്ന യുവതലമുറയാണ്. മക്കളുടെ മൊബൈൽ ഉപയോഗം അതിൻ്റെ അതിപ്രസരത്തിലാണ്, അങ്ങേയറ്റമാണ്. പരിധിവിടുന്ന വിവാഹാഘോഷങ്ങളുണ്ട്, പ്രണയ നൈരാശ്യത്തിൽ ഏർപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെ ബാഹുല്യം, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയിലും അവീത ബന്ധങ്ങളിൽ തകർന്ന ദാമ്പത്യ ബന്ധങ്ങളുടെ കണക്കുകൂട്ടലിനപ്പുറമാണ്. ദാമ്പത്യ ജീവിതത്തിലെ കയ്പും മധുരവും ആസ്വദിക്കുന്നതിനു പകരം സംഘർഷവും സംഘട്ടനവും നാശം വിതക്കുന്ന കുടുംബജീവിതമായി പരിണമിക്കുന്ന അവസ്ഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. തലമുറയെ നശിപ്പിക്കുന്ന ലിബറിസമുണ്ട്, അതുപോലെയുള്ള പല സംഗതികളുമുണ്ട്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് മുന്നിലുള്ള പോംവഴി എന്താണ്? ഒന്ന്, നാം സ്വയം തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലതും പഠിപ്പിക്കാൻ വേണ്ടി വെമ്പിൽ കാണിക്കുന്നുണ്ട്, പലതും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തൗഹീദിന്റെ അടിസ്ഥാനമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ എത്രമാത്രം ശ്രദ്ധ
നമ്മൾ ചെലുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ മഖ്സദായി ഉദ്ദേശമായി നമ്മെ പഠിപ്പിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അതാണ് ആത്യന്തികമായ ലക്ഷ്യം തന്നെ. 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് 65 വയസ്സ് 70 വയസ്സ് ജീവിക്കുന്ന നമ്മൾ മതിമറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. പലതിന്റെയും പിന്നാലെ പലരും. പക്ഷെ അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നമ്മുടെ എന്തിനാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്? അതിന് ഉദ്ദേശം എന്താണ്? അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന്മാരോട് വന്നു. എന്തിനാ വന്നത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. താഗൂത്തുകളെ വെടിയാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്നത് പഠിപ്പിക്കാൻ വേണ്ടി. അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും വർജിക്കാൻ. അത് ആൾത്താരകളാവാം, മണ്ഡപങ്ങളാവാം, സ്തൂപങ്ങളാവാം, കോവിലുകളാവാം, പ്രതിമകളാവാം, ദർഗങ്ങളോ ജാർഗകളാവാം, എന്തൊക്കെയാവാം, അതിനെ മുഴുവനും വർജിക്കാൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേട്ടല്ലോ, അടിമകൾക്ക് അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യത, അല്ലാഹുവിന് നമ്മുടെ മേലുള്ള അവകാശം, നമുക്ക് അല്ലാഹുവിന്റെ മേലുള്ള അവകാശം, അല്ലാഹുവിന്റെ മേൽ നമുക്കുള്ള അവകാശം, അല്ലാഹുവിന് നമ്മുടെ മേലുള്ള അവകാശം, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താ? അടിമകൾക്ക് മേൽ അല്ലാഹുവിന്റെ അവകാശം എന്ന് പറയുന്നത് അവനെ മാത്രം ആരാധിക്കാൻ, വലാ യുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്, ഒന്നിനെയും. അതുപോലെ അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ട വ്യക്തിയെ അല്ലാഹു ശിക്ഷിക്കാതിരിക്കുക എന്നത് അവന് അല്ലാഹുവിനുള്ള അവകാശമാണ്. ഇതുണ്ടായുള്ള ഗുണമെന്താണ്? ഇത് പഠിച്ചാലുള്ള ഗുണമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന വഹും മുഹ്തദൂൻ. വിശ്വാസമുണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്, പ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്, പോരാ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്തിയില്ല. ശിർക്കിനെ അവർ കൊണ്ടുവന്നില്ല, വിശ്വാസമൊക്കെ. പക്ഷെ വിശ്വാസത്തിൽ ഒരു തരത്തിലും ശിർക്ക് കൂട്ടിക്കലർത്തിയില്ലയോ, ഉലൈക ലഹുമുൽ അംന, അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് ശാന്തിയുണ്ട്, അവർക്ക് മനസ്സിന് സന്തോഷമുണ്ട്, മനസ്സിന് വിശാലതയുണ്ട്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ. നമ്മൾ അതിനു വേണ്ടിയാ ദുആയിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, എത്ര പ്രാവശ്യം ദുആയിരിക്കുന്നത്. എന്നാൽ ഹിദായത്ത് പ്രാപിച്ചവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്താത്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് നിലനിർത്തേണ്ട വിശ്വാസമാണ്. മറ്റത് തെക്കുവ കാത്തു സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, നമുക്കറിയാം, ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തെക്കുവയുള്ളവരായി തീരാൻ. അതിനാണ് നോമ്പ് വന്നത്, കഴിഞ്ഞു പോയതും അതിന് വേണ്ടിയിട്ടാണ്. തെക്കുവയുള്ളവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തെക്കുവയുള്ളവർക്കാണ് സ്വർഗ്ഗം. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, തെക്കുവയുള്ളവരാണ് അല്ലാഹുവായിട്ട് ഏറ്റവും അടുത്തവർ. ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാക്കും. ആ തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റമദാനിന്റെ പകലിൽ നമ്മൾ കൊണ്ടു നടന്നു അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം. അല്ലാഹു ഹറാമാക്കിയ ഭക്ഷണപാനീയത്തിന്റെ ഒരു കഷ്ണം നമ്മൾ ഇറക്കിയില്ല. ബദരീങ്ങൾ കാണുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നില്ല. മണമ്പത്തെ ബീവിയോ 3 വെച്ചുമ്പോഴോ കാണുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നില്ല. നാഗൂർ, അജ്മീർ, ഏർവാടി മുത്തപ്പെട്ട ഔലിയാക്കന്മാർ കാണുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നില്ല. ഒരിറക്ക് വെള്ളം നമ്മൾ കുടിക്കാതിരുന്നത്, എന്റെ ഭാര്യ കാണാതിരുന്നിട്ടും, എന്റെ മക്കൾ കാണാതിരുന്നിട്ടും, ആരും കാണാതിരുന്നിട്ടും കഫം പോലും ഇറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു. ആര് കാണുമെന്നുള്ള വിശ്വാസമായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമെന്നുള്ള വിശ്വാസമായിരുന്നു. അതാണ് തെക്കുവ. ആ തെക്കുവ നമ്മുടെ ജീവിതത്തിൽ തുടർത്തണം. അവനെയാണ് അല്ലാഹു വലിയെന്ന് വിളിച്ചത്. തെക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരെ, പകലാകട്ടെ രാത്രിയാകട്ടെ, രഹസ്യ ജീവിതമാകട്ടെ പരസ്യ ജീവിതമാകട്ടെ, മൊബൈലിന്റെ ഉപയോഗത്തിലാകട്ടെ, മൊബൈൽ പൂട്ടിവെച്ച അവസ്ഥയിലാകട്ടെ, ഒരു സ്ത്രീ നമ്മുടെ മുന്നിൽ തനിച്ചുള്ള അവസ്ഥയിലാകട്ടെ, ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാകട്ടെ,
അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവനെ അള്ളാഹു വിളിച്ചു വലി. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ വെച്ച് പുലർത്തുകയും ചെയ്തവർ. സഹോദരന്മാരെ, അപ്പോൾ എന്താണ് നമ്മൾ കാണിച്ച കണിശത? അത് തുടർ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഏതുവരെ? മരിക്കുന്നത് വരെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ സെക്കൻഡിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളായി മരിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം വെച്ച് പുലർത്തിയ ആ അവസ്ഥയിൽ മരിക്കണം. ഇസ്തിഖാമത്ത് ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. നമ്മുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞു, പിന്നെ അതിൽ ഉറച്ചു നിന്നു. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലതി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ സ്വർഗ്ഗമുണ്ട്. അപ്പൊ ഇസ്തിഖാമത്ത് ഉണ്ടായിരിക്കണം, സ്ഥിരതയുണ്ടായിരിക്കണം. എന്താണോ നമ്മുടെ നിലപാട്, ആ നിലപാടിലും ആദർശത്തിലും സ്ഥിരതയുണ്ടായിരിക്കണം. സഹോദരന്മാരെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യത്വം വഹിക്കുന്നു എന്ന് പറയുന്നവരാണ് നമ്മളൊക്കെ. എത്ര ഭാഷ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ദൂതനാണ്, എന്റെ പ്രവാചകനാണ്, എന്റെ റസൂലാണ്, അദ്ദേഹത്തിൽ ഞാൻ സാക്ഷ്യത്വം വഹിക്കുന്നവരാണ്. എന്താണ് ഈ സാക്ഷ്യത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ? തഅതു ഫീമാ അമറ വതസ്ദീഖു ഫീമാ അഖ്ബറ വജ്തിനാബ മാ അൻഹു നഹാ വസജറ വലാ യുഅബ്ദുല്ലാഹി ഇല്ലാ ബിമാ ശറ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, എന്തൊക്കെയാണോ വിരോധിച്ചത്, അത് പരിപൂർണാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിഖില മേഖലകളിലും കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇസ്നില്ലാഹ്, പ്രവാചകനെ അവതരിപ്പിച്ചിട്ടില്ല, അയച്ചിട്ടില്ല അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് വന്നിട്ടില്ല. മൻ യുതിയർ റസൂലു ഫഖദ് അതാ അല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത്. ആരാണ് പിന്തിരിഞ്ഞു പോകുന്നത് അവനിലേക്ക് ഒരു മേൽനോട്ടക്കാരനില്ല. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, അള്ളാഹു നമ്മെ കാക്കുമെന്ന് വിചാരിക്കുന്നു, അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ പറയുക എന്നെ ഫോളോ ചെയ്യണം, എന്നെ പിൻപറ്റണം. അത് ഏതാ മേഖല? നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുന്ന മേഖലയിൽ മാത്രമാണോ? അങ്ങനെയാണോ? അല്ല. നമ്മുടെ ആരാധനകളിൽ ഉണ്ടാവണം, നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ ഇടപാടുകളിൽ ഉണ്ടാകണം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ നിലപാടുകളിൽ ഉണ്ടാകണം, നമ്മുടെ സഹവർത്തിത്വ മര്യാദകളിൽ ഉണ്ടാകണം. നിസ്കാരം നോക്കൊക്കെ ഉണ്ട്, പക്ഷെ അടുക്കാൻ പറ്റൂല, സ്വഭാവം വളരെ മോശമാണ്. അതിനോട് സംസാരിക്കാൻ പറ്റൂല. നിസ്കാരത്താമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്താണ്? സ്വഭാവം വളരെ മോശമാണ്. വലിയ വീടുണ്ട്, വലിയ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വിനയം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെയാണ് സാക്ഷ്യത്വം? എവിടെയാണ് സാക്ഷ്യത്വം? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, ഈ ദീനിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ടാന്ന് വർജിക്കാം. നമുക്ക് ഇഷ്ടമില്ല എന്താ സംഗതി, അതുകൊണ്ട് അതങ്ങ് വർജിക്കാം, അങ്ങ് മാറ്റി വെക്കാം. ഇതിഷ്ടാണ്, ഇതിഷ്ടാണ്, അതങ്ങ് സ്വീകരിക്കാം. അങ്ങനെയല്ല, പരിപൂർണമായി ദീനിൽ പ്രവേശിക്കാം. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ല സ്കൂൾ നമ്മൾ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ അവിടെ എന്താ ഉണ്ടാകുക? ജീൻസ് പാൻറ്റാ ഉണ്ടാകുക, ടൈറ്റ് ടീഷർട്ടാ ഉണ്ടാകുക, മുഴുവനും കാണുന്ന ലെഗിൻസാ ഉണ്ടാകുക. അതിലൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരു ശ്രദ്ധയില്ല. പാൻറ് ഇട്ടോട്ടെ എൻ്റെ കുട്ടി, ആ സ്കൂൾ നല്ല പഠന നിലവാരമുള്ള കുട്ടി സ്കൂളാണ്, അവളുടെ ടീഷർട്ട് ഇട്ടോട്ടെ,
കാരണം നല്ല നിലവാരമുള്ളതാണ്. എവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം സാക്ഷ്യത്വം വഹിക്കുന്നത്? നല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എല്ലാം സ്കൂൾ നോക്കും. പക്ഷെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നത് എന്താണ്? പല രൂപത്തിൽ അധാർമിക പ്രവർത്തനങ്ങളാണ്. ഇതിനിടയ്ക്ക് സഹോദരന്മാരെ, പെൺകുട്ടികൾ മദ്യപിച്ച് ക്ലാസിന്റെ പുറത്ത് അധ്യാപകർ എത്തിച്ചു. എന്താ കാരണം? മദ്യപിച്ചിട്ടാണ് പെൺകുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നത്. കുട്ടികൾക്കിടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നു, സർവ്വസാധാരണമാണ്. 75 കോടി MDMA പിടിച്ച വാർത്ത വരുന്നു. എന്താണ്? എവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുറപ്രകാരം നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അമാന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ NRC CA പ്രശ്നങ്ങൾ നമ്മൾ മുദ്രാവാക്യം വിളിച്ചു, റാലി നടത്തി. എന്നാൽ CA-ക്കാളും വഖഫ് നിയമത്തെക്കാൾ എന്ത് നിയമങ്ങളെക്കാളും ഒരു മുസ്ലിങ്ങളെ ഏറ്റവും ഭയക്കേണ്ട അവസ്ഥയാണ് മുസ്ലിം യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും വിദ്യാർത്ഥിനികൾക്കിടയിലും വളർന്നു വരുന്ന ലഹരി ഉപയോഗം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു കുടുംബത്തിന്റെ മനസമാധാനമല്ല, ഒരു രക്ഷിതാവിനെ അങ്ങേയറ്റം അസമാധാനം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് നയിക്കും. സഹോദരന്മാരെ, പുതിയ തലമുറ 2K പിള്ളേഴ്സാണ്. അവർ ഈ ലോകത്ത് തന്നെയല്ല, ഏതോ ഒരു മായാലോകത്താണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. മൊബൈലിന്റെയും റീലിന്റെയും ഫുഡിന്റെയും വൈബിന്റെയും ലോകത്താണ്. അതുപോലെ ലഹരിയുടെ ലോകത്ത് ഉഴപ്പന്മാരായിട്ട് മറ്റൊരു വിഭാഗമുണ്ട്. വേറൊരു വിഭാഗം സ്വന്തം കാര്യം മാത്രം നോക്കി പഠിപ്പിയായി സെൽഫ് സോണിൽ ഇരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്തറിയോ? കുഞ്ഞു പ്രായത്തിലെ മൊബൈൽ ഫോൺ നമ്മളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരെന്തെങ്കിലും കണ്ടോട്ടെ, നോക്കിക്കോട്ടെ, തൽക്കാലം ശല്യം ഒഴിവാകുമല്ലോ എന്നാ വിചാരിക്കുന്നത്. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം തലച്ചോറിനെ ബാധിക്കുകയാണ്. അത് പഠന രംഗത്തും വികാസ രംഗത്തും വൈകാരിക രംഗത്തും സ്വഭാവ രംഗത്തും സാമൂഹിക ബോധരംഗത്തും എന്നിവയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് വിഷാദം വരുന്നു, ഉത്കണ്ഠ വരുന്നു, അക്ഷമ വരുന്നു, ഉറക്കമില്ലായ്മ വരുന്നു, എടുത്തുചാട്ടം വരുന്നു. അങ്ങനെയുള്ള പല രൂപത്തിലുള്ള വൈകല്യങ്ങൾ കുട്ടികളിൽ കാണുന്നു. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് താല്പര്യമില്ല. ഒരുപാട് വ്യക്തമായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉണ്ടായിട്ടും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിലും മൂക്കും മുട്ട തിന്നതിലും മുസ്ലിം സമുദായം മുൻപന്തി തന്നെയാണ്. പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗിന്റെയും സ്ട്രീറ്റ് ഫുഡിന്റെയും ഈ കാലത്ത് ഫുഡിന്റെ പിന്നാലെയാണ്. ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമില്ല, വീട്ടിൽ നിന്ന് ഒന്ന് വരുത്തിക്കാം എന്നാണ് ആലോചിക്കുന്നത്. സഹോദരന്മാരെ, എല്ലാ രംഗത്തും അടിച്ചമർത്തപ്പെടുന്ന പോലെ ലഹരിന്റെ ഉപയോഗം കൂടി വരുന്നു. ഇവിടെയൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കണിശമായ പരിശ്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ ഒരുപാട് സമയം കേട്ടതായിരിക്കും. പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മയക്കുമരുന്നിനെ പറ്റി മയക്കുമരുന്ന് ലഹരി എന്ന് പറയുന്ന എല്ലാ വൃത്തികളുടെയും മാതാവാണ്. എല്ലാ വൃത്തികെട്ടുകൾ മേച്ചവൃത്തികളുടെയും ഉമ്മയാണ്, മാതാവാണ് ലഹരി എന്ന് പറയുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഉപ്പാനെ കൊല്ലും, ഉമ്മാനെ കൊല്ലും, ചിലപ്പോൾ ഉമ്മാനെ വ്യഭിചരിക്കാൻ വേണ്ടി നോക്കും, പെങ്ങളെ കൊല്ലും. അതിനൊന്നും മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അവബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സഹോദരന്മാരെ, എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ചേക്കാം. മക്കൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവാം, സ്വന്തമായ വീടില്ലാത്ത അവസ്ഥയുണ്ടാവാം. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, ഭർത്താവിന് ജോലി നഷ്ടമുണ്ട്, ഭാര്യയ്ക്ക് പഴയതുപോലുള്ള ജോലിയില്ല. അവർക്ക് അടുക്കള കാര്യങ്ങളിൽ ഒരു മികവ് പുലർത്താൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പ്രായം കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നോക്കുന്ന CA പോലുള്ള നിയമങ്ങളുണ്ട്, വഖഫ് പോലുള്ള നിയമങ്ങളുണ്ട്, സിവിൽ കോഡ്. ഇങ്ങനെ നമ്മുടെ ഡെമോക്രസിന്റെ ആളുപോലെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചുരുന്നു നിൽക്കുന്നുണ്ട്. രാജ്യത്തെ കോടതി വിധികൾ നമുക്കെതിരായി വരുന്നുണ്ട്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആത്യന്തികമായി വിശ്വാസികൾക്ക് ഉണ്ടാക്കേണ്ടത് ശക്തമായ തവക്കുലാണ്. മരിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് സഹാബികളെ പറ്റി പറഞ്ഞപ്പോ അല്ലദീന ഖാല ലകുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദുഹും ഈമാന. ഇതാ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അവിടുന്ന് സൈന്യം വരുന്നുണ്ട്, അവർ അവിടെ ജാഗ്രത എന്നോ ഇവിടെ എത്തിപ്പോയി സൈന്യം എന്ന് പറഞ്ഞപ്പോ ഫസാദുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്ന വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ.
അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിലാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്, വരമേൽപ്പിക്കുന്നവർക്ക് അവൻ മതി എന്ന ദൃഢമായ പ്രഖ്യാപനമുണ്ടായി. ഇപ്പൊ നമുക്കറിയാം നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്താ ഇയ്യാക്കൻ അഅ്ബുദു എന്ന് പറഞ്ഞാൽ? നിന്നെ മാത്രം ഏകനാക്കുന്നു, വനഹാഫു നിന്നെ മാത്രം ഭയക്കുന്നു, വനർജൂക് നിന്നിൽ മാത്രം പ്രതീക്ഷിക്കുന്നു, യാ റബ്ബനാ ലാ ഗൈറക് നമ്മുടെ റബ്ബേ നീയല്ലാതെ ഇങ്ങനെ പ്രതീക്ഷിക്കാൻ, ഇങ്ങനെ ഭയക്കാൻ, ഇങ്ങനെ ഏകനാക്കാൻ വേറെ ആരുമില്ല എന്ന ദൃഢപ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആത്യന്തികമായി പ്രഖ്യാപിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് രോഗഭീതിയാണ്. പല രൂപത്തിലുള്ള രോഗങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും നമ്മൾ കേൾക്കുന്നു, ആക്സിഡന്റ് മരണങ്ങൾ കേൾക്കുന്നു. ചിലപ്പോൾ പറയും ഇന്നലെ രാത്രി ഞാൻ അയാളോട് സംസാരിച്ചതായിരുന്നു, മിനിഞ്ഞാന്ന് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതായിരുന്നു, ഇന്ന് കല്യാണ വീട്ടിൽ കണ്ടവരായിരുന്നു, ഇന്ന് കാണുന്നില്ല, രാവിലെ വിളിച്ചപ്പോൾ കേൾക്കുന്ന വാർത്ത മരണ വാർത്തയായിരിക്കും. സഹോദരന്മാരെ, അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട വിഷയമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ലഹറ ഫീ ഖൗമിൻ സിനാ വറിബ, ഒരു ഖൗമിൽ പലിശ വർദ്ധിച്ചു, അതുപോലെ തന്നെ വ്യഭിചാരം വർദ്ധിച്ചു, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത്, ബസ്സിൽ ഒന്നിച്ച് നടക്കുക നമ്മുടെ മക്കള് കുട്ടികൾ. പണ്ട് കാമുകന്മാർ എന്നാ പറഞ്ഞിരുന്നത്, അത് ഭക്ഷണത്തിന് പോയി ഇപ്പോ ആൺ സുഹൃത്താണ്, പെൺ സുഹൃത്താണ്, മടിയിലിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. വ്യഭിചാരം വർദ്ധിച്ച അള്ളാഹുവിനുള്ള ശിക്ഷകൾ അവർക്ക് ഇറങ്ങുമെന്ന. അത് എങ്ങനെ നമുക്കറിയില്ല. മാരകമായ രോഗങ്ങളാവാം, മറ്റു പല മുസീബത്തുകളാവാം, പ്രകൃതി ദുരന്തങ്ങളാവാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ കാന അല്ലാഹു മുഅസ്സിബുഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, നമ്മുടെ നാവിനെ അതിനെ നനച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത വേറെ ഏതോ മായാലോകത്തേക്ക് പോകുന്ന സംഗതിയാണ്. സഹോദരന്മാരെ, ഇത്തരം അടിസ്ഥാന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ തുടർ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ നിസാരമാക്കുന്ന ഏത് നന്മകളെയും തുടർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രവർത്തനം, നല്ല പ്രവർത്തനം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വമു വൈൻ കല്ല, നിസാരമാണെങ്കിൽ അത് പതിവാക്കാം. റമദാനിൽ നമ്മൾ സദക്ക ചെയ്തിട്ടുണ്ടാവും, അത് പതിവാക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് പതിവാക്കാം. അങ്ങനെ കർമ്മങ്ങൾ പതിവാക്കുക എന്നത് അതെന്താണ്? അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. ഹറാമുകളെ നമ്മൾ വർജിച്ചിട്ടുണ്ട്. ആ വർജിക്കപ്പെട്ട ഹറാമുകളെ വർജിക്കുന്ന രൂപത്തിൽ തന്നെ എന്താക്കേണ്ടതുണ്ട്? പതിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാത്രി നിസ്കാരമുണ്ട്. രാത്രി നിസ്കാരം അലൈക്കും ബിഖിയാമുൽ ലൈൽ, നമ്മൾ തറാവി നിസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് രാത്രി നിസ്കാരമുണ്ട് കേട്ടോ. ഫഇന്നഹു ദഅബു സാലിഹീന ഖബ്ലക്കും, അത് മുൻഗാമികളുടെ നടപടിക്രമമാണ്. വിത്റായിട്ടും തഹജ്ജുദായിട്ടും ഖിയാമുൽ ലൈലായിട്ടും അതെന്താക്കേണ്ടത്? സജീവമാക്കേണ്ടതുണ്ട്. വഖുർബത്തുൻ മിനല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാർഗമാണ്, സമീപന മാർഗമാണ്. വമൻഹാത്തുൻ ലിസ്മ, പാപങ്ങളെ തടിയുന്നതാണ്. വതക്ഫീറുൽ ലിസയ്യാത്ത്, ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. വമതുറദത്തുൽ ലിദായി അനിൽ ജസദ്, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ അകറ്റുന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുമ്പോൾ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്, കുറ്റകൃത്യങ്ങൾ തടയുന്നതാണ്, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ അകറ്റുന്നതാണ്, ഒപ്പം അല്ലാഹുവിലേക്കുള്ള ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് രാത്രി നിസ്കാരം പതിവാക്കണം. തറാവീഹ് എന്ന് പറഞ്ഞ റമദാനിൽ മാത്രം അത് ഒതുക്കിയാൽ പോരാ. എങ്ങനെ വിത്രായിട്ടും സുബഹിക്ക് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദായിട്ടും, അല്ലെങ്കിൽ തഹജ്ജുദിനെ നിസ്കരിക്കാതെ ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടാൽ വിത്രെങ്കിലും 3, 5 അല്ലെങ്കിൽ 7 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടെങ്കിലും ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ നിസാരമായി നമുക്ക് തോന്നുന്ന സൽക്രമങ്ങളെ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽക അഹാക ബിവജിൻ തൽക, ഒരു സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, അസ്സലാമു അലൈക്കും എന്ന് പറയാം, കൈ കൊടുക്കുക, വലിയ പുണ്യമാണ്. സഹോദരന്മാർ, ഇന്ന് മുസ്ലിങ്ങളിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കക്ഷിത്വത്തിന്റെ ആധിക്യത്തിൽ എന്റെ കക്ഷിയാണ് സ്വർഗത്തിൽ, എന്റെ പാർട്ടി സ്വർഗത്തിൽ തന്നെയാണ്. ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എത്ര കക്ഷികളാണ്? എല്ലാവരും എന്താ വിചാരിക്കുന്നത്? നമ്മുടെ കക്ഷി, നമ്മുടെ ഉസ്താദ്, നമ്മുടെ പണ്ഡിതൻ, നമ്മുടെ ആലിം, ഇതാണ് സ്വർഗത്തിൽ. അടുത്ത സഹോദരനെ കാണുമ്പോൾ ചിരിക്കുന്നില്ല, ഒന്ന് കൈ കൊടുക്കുന്നില്ല,
ഒന്ന് സലാം ചോദിക്കുന്നില്ല, ഒന്ന് കുശലാന്വേഷണം നടത്തുന്നില്ല. നിങ്ങൾ എപ്പോഴും സുബഹിക്ക് വരുന്നുണ്ടല്ലോ, ഇപ്പൊ 2 ദിവസം എന്താ കാണാത്തെ? ചിലപ്പോൾ അയാളുടെ ഉമ്മാക്ക് സുഖമില്ലാറ്റ് ചിലപ്പോൾ കോഴിക്കോടോ മറ്റു ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. ചോദിക്കാൻ മനസ്സില്ല. കാരണം മറ്റയാളിപ്പെട്ടതാണ്, ഇയാളിപ്പെട്ടതാണ്, മറ്റോനിൽപ്പെട്ടതാണ്. ഞാൻ പൂർണ്ണമായി ഇതിലാണ്, സ്വർഗത്തിലാണ്. ചിരിക്കുന്നില്ല. ചിരിക്കുന്ന നിസാരമായി നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ആ ഒരു വായ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലും നീ നിസാരമായി കാണരുത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഈമാൻ ഉൾക്കൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് അതിനുള്ള മഹത്തായ തൗഫീക്ക് അല്ലാഹുവിൽ നിന്ന് നമുക്ക് ഏവർക്കും ലഭിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യാ മഅ്ശറൻ നിസാ, ഏ സ്ത്രീകളെ, തസദ്ദഖ്ന വ അക്സിർന ലിൽ ഇസ്തിഗ്ഫാർ ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ. ഞാൻ നിങ്ങളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് കേട്ടോ. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സദഖ ചെയ്യണം. അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാനുണ്ടായിരുന്ന കാരണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുക്സിർനല്ല, നിങ്ങൾ ശാപവാക്കുകൾ പറയുന്നതാണ്. അങ്ങനായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ ഇവിടെ വന്നതാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ നീ കുറ്റം കെട്ട് നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, അത് അങ്ങനെ തന്നെ ആയിരുന്നു, നിങ്ങളല്ല ചെയ്തത്. ഇങ്ങനെ കുത്തുവാക്കുകൾ ധാരാളം പറയുന്നവരാണ് നിങ്ങൾ. നന്ദിയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരാണ് നിങ്ങൾ. ഭർത്താക്കന്മാരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നവരാണ്. ചിലപ്പോൾ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഗൾഫൊക്കെ മതിയാക്കിയിട്ട് നാട്ടിലായ അവസ്ഥയാണ്. പക്ഷെ ആ അവസ്ഥക്കനുസൃതമായ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ചിന്തയല്ല ഉണ്ടാകുക. നമ്മൾ എങ്ങനെയാണോ പഴയ കാലത്ത് ജീവിച്ചത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അമിതമായി. ഇപ്പൊ റമദാനിൽ നമ്മളെ ബജറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. കഴിഞ്ഞ ശഅബാൻ മാസത്തിലും നമ്മൾക്ക് ഉണ്ടായിരുന്ന ബജറ്റ് ചിലപ്പോൾ ഒരു വീട്ടിന്റെ ചെലവ് 25,000 രൂപ 30,000 രൂപ ഉണ്ടെങ്കിൽ റമദാനിൽ കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ 40,000 രൂപ 50,000 നമ്മൾ ചെലവ് ഉയർന്നിട്ടുണ്ടാവും. ഇതെന്റെ ഭർത്താവിന് താങ്ങാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം എത്രയാണ്? ആ ശമ്പളത്തിനനുസൃതമായ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ പരിവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ കുടുംബത്തിലൊക്കെ സൽക്കാരങ്ങളും പരിപാടികളും പാർട്ടികളൊക്കെ വരുന്നുണ്ട്, വീട്ടിൽ കൂടുതൽ വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. എന്റെ മക്കളുടെയും എന്റെയും ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഭർത്താവിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്കനുസൃതം വാങ്ങിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്? അതല്ല, മൂപ്പർ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോട്ടെ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ തുടർ ജീവിതത്തെ നടത്തുമെന്നാണോ ഞാൻ ചിന്തിക്കുന്നത്? ഭർത്താവിന്റെ അവകാശങ്ങൾ നിങ്ങൾ ഹനിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളെ ധാരാളമായി നരകത്തിൽ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പുരുഷന്മാരോട് പറഞ്ഞു, വിശ്വാസികളുടെ ഈമാൻ പരിപൂർണമാകുന്നത് നല്ല സ്വഭാവത്തോടു കൂടിയാണ്, നല്ല സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തോടു കൂടിയാണ്. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. അവൾക്ക് പല ദൂഷ്യങ്ങളുണ്ട്, പക്ഷേ എന്റെ സ്വഭാവം അവളോട് ഏറ്റവും നല്ല രീതിയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചോക്കെ. അവനാണ് ഈമാനിന്റെ പൂർണ്ണതയിലെത്തിയവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നല്ല സ്വഭാവം നമുക്കുണ്ടോ? എന്താ സർട്ടിഫിക്കറ്റ്? നമ്മുടെ ഭാര്യ പറയണം, എന്റെയും നിങ്ങളുടെയും ഭാര്യ പറയണം, എന്റെ ഭർത്താവ് അയാൾക്ക് പല ദോഷങ്ങളുണ്ട്, പക്ഷെ എന്നോട് നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ, എന്നെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ല, എന്നെ ഏതെങ്കിലും രൂപത്തിൽ അയാൾ കുത്തി നോവിച്ചിട്ടില്ല, എന്നെ ഏതെങ്കിലും രൂപത്തിൽ ചീത്ത വിളിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ല, എന്റെ മാതാപിതാക്കളെയോ എന്റെ ആകാമാരെ കുറിച്ച് അയാൾ ഒരിക്കലും ദൂഷ്യം പറഞ്ഞിട്ടില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്റെയും നിങ്ങളുടെയും ഭാര്യമാർ നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ റമദാൻ നമ്മൾ ഇന്ന് പോകുമ്പോൾ നമ്മൾ തുറന്ന് ജീവിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ പരിതാവസ്ഥയിൽ പത്രമാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വഖഫ് വിഷയം. വഖഫിന്റെ വിഷയം എന്താണ്? വഖഫ് നിയമം ചുരുക്കി 2 മിനിറ്റ് കൊണ്ട് പറയാം. അതായത് 400 വർഷം, 500 വർഷം, 600 വർഷമൊക്കെ മുസ്ലിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ഖബർസ്ഥാനുകൾ, പള്ളികൾ, അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങൾ മുമ്പ് കാലത്തൊക്കെ കർസേവകൾ നടത്തിയിട്ടും കുഴപ്പം നടത്തിയിട്ടും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്നത്. ബാബരി മസ്ജിദ് തന്നെ കർസേവയൊക്കെ നടത്തി തച്ചു പൊളിച്ച് ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതെങ്കിലും ഒരു വഖഫാക്കപ്പെട്ട സ്ഥലം, ഇന്ത്യന്റെ സാമൂഹികമായ അവസ്ഥയിൽ നോക്കിയാൽ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ആ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലും തർക്കമുന്നയിച്ചു, ആ തർക്കമുന്നയിക്കപ്പെട്ട സ്ഥാപനം സ്വാഭാവികമായിട്ടും എത്തുക കോടതികളിലല്ല, ജില്ലാ കളക്ടറുടെ ചേംബറിലാണ്. ജില്ലാ കളക്ടർ ആരായിരിക്കും? ഏത് ഭരണകർത്താവാണോ അവിടെ ഗവർണറായിട്ടുണ്ടാകുക, അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും ജില്ലാ കളക്ടർ ഉണ്ടാകുക. അപ്പൊ ആ ജില്ലാ കളക്ടറാണ് തീരുമാനിക്കുക. ചിലപ്പോൾ 500 വർഷം മുമ്പുള്ള സ്ഥാപനമായിരിക്കും, ഖബർസ്ഥാനായിരിക്കും. ഇത് ആർക്കുള്ള അവകാശമാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പരിപൂർണമായി ജില്ലാ കളക്ടറിലേക്ക് നിക്ഷിപ്തമാക്കുന്നു എന്നതാണ് വഖഫ് നിയമങ്ങളുടെ കുറേ ദൂഷ്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ വശം. നമ്മൾ ശ്രദ്ധപൂർവ്വം ഗൗരവവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ലോകത്ത് മുസ്ലിങ്ങൾ എന്നുണ്ടായിട്ടുണ്ടോ അന്ന് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. പ്രവാചകന്മാർക്ക് ഏറ്റവും കടിയ പോക്കിരികളെയാണ് ശത്രുക്കളാക്കി വെച്ചത്, സാധാരണക്കാരെയല്ല. നബിയെ അദുവ്വൻ മിനൽ മുജ്രിമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രയോഗം കഠിന വൈദികളെയാണ് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളായി നിശ്ചയിച്ചത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. നിന്റെ റബ്ബ് മതി അവർക്ക് സഹായിയായിട്ടും സന്മാർഗിയായും എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമികൾക്ക്, മുസ്ലിങ്ങൾക്ക് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആത്യന്തികമായി നമ്മൾ എന്താണ് വേണ്ടത്? അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനെ പ്രതീക്ഷിക്കുകയും ഭൗതികമായ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ ആ രൂപത്തിലൊക്കെ നിലപാടെടുക്കുകയും അത്തരം മാർഗത്തിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിലൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമവും ഇസ്തിഗ്ഫാറുമാണ് നമ്മൾ ഉയരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും യഥാർത്ഥ വിശ്വാസികളായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കാം. ഏതൊക്കെ വിധേയത്തുകളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, നടപടിക്രമങ്ങളുണ്ടോ അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി പരിശ്രമിക്കാം. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഇസ്തിഗ്ഫാറോട് കൂടിയും ഇഖ്ലാസോട് കൂടിയും പ്രതീക്ഷയോട് കൂടിയും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, എപ്പോഴും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, എന്നീ അവസ്ഥകളൊക്കെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹു നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഭർത്താക്കന്മാരിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.